ലക്ഷ്യമാക്കിക്കൊണ്ട് UAE ലക്ഷ്യമാക്കി വീണ്ടും ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ UAEക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ UAEയുടെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനം കൃത്യസമയത്ത് ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. വന്നു വീണ 2 ബാലിസ്റ്റിക് മിസൈലുകളും ലക്ഷ്യത്തിലെത്തും മുമ്പ് ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കിയതായി UAE പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഏകദേശം 37 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാൻ വീണ്ടും UAEക്ക് നേരെ ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് UAEയിൽ ഉടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശവും മിസൈൽ ആക്രമണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജനങ്ങൾ യാതൊരു കാരണവശാലും പരിഭ്രാന്തരാകാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അധികൃതർ കർശനമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഇറാന്റെ ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര ഇടപാടുകളും സാമ്പത്തിക വിനിമയങ്ങളും UAE അടിയന്തരമായി നിർത്തിവെച്ചു. തുടർ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സഹകരണം ഉണ്ടാകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് UAE കടന്നത്. ഒരു മിസൈൽ രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്ക് വെളിയിലും രണ്ടാമത്തേത് അതിർത്തിക്കുള്ളിലെ കടലിലും പതിച്ചതായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എത്ര കാലത്തേക്ക് വിലക്ക് തുടരുമെന്നോ നിയന്ത്രണങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നോ ഉള്ള കാര്യങ്ങളിൽ മന്ത്രാലയം തൽക്കാലം കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല. പശ്ചിമേഷ്യൻ സുരക്ഷ അപകടത്തിലായതാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള വ്യാപാര രംഗത്ത് കാലങ്ങളായി പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു പോകുന്ന UAEയുടെ ഈ തീവ്ര നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ വരും ദിവസങ്ങളിൽ രൂക്ഷമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. എക്സ്പോർട്സ് മേഖലയ്ക്കും ഇത് കനത്ത തിരിച്ചടിയാകും. അതേസമയം UAEയുടെ മിസൈൽ ആക്രമണ ആരോപണം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ഭഗായി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസത്തിനും മേഖല സുരക്ഷയ്ക്കും തിരിച്ചടിയാകുന്ന വ്യാജ പ്രചരണമാണിതെന്നാണ് ഇറാൻ ആരോപിച്ചത്. അതിനിടെ ഇറാനുമായി ചർച്ചകളോ ആശയവിനിമയമോ നടക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടക്കുകയാണെന്നും കടലിടുക്കിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സ്വന്തം സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെയായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇറാനുമായി ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ല, അത്തരത്തിലൊന്നും നിശ്ചയിച്ചിട്ടുമില്ല. നാവിക ഉപരോധം പൂർണ്ണമായ തോതിൽ തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുകയാണ്, പ്രവർത്തിക്കുന്നുമുണ്ട്. കടലിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകളെല്ലാം നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതിനിടെ USയുമായി സമാധാന കരാറിലെത്തുന്നതുവരെ പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UAE തുറമുഖങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലേക്ക് കടക്കാൻ ഈ വഴി മാത്രമാണ് ഏക ആശ്രയം. മിസൈൽ ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പ് സന്ദേശം UAEയിലെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അടിയന്തര സന്ദേശമായി എത്തിയതോടെ രാജ്യത്താകെ വമ്പൻ പരിഭ്രാന്തി പടർന്നു. സുരക്ഷിത കെട്ടിടങ്ങളിലേക്ക് മാറാൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.